Hi all. Next question multiplication table ആണ്. Multiplication table എന്ന് പറയുമ്പോൾ given a number n, you have to print the multiplication table of n till the 10th multiple. അതായത് multiplication table പ്രിന്റ് ചെയ്യേണ്ടത്. ഇൻപുട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് 3. അതായത് 3 നമ്പേഴ്സ് ഉണ്ട്. ആദ്യം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് എന്ത് ചെയ്യേണ്ടത്? പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്, വിച്ച് ഈസ് ലൈക്ക് ദീസ്. അത് കഴിഞ്ഞാൽ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്, വിച്ച് ഈസ് ലൈക്ക് ദീസ്. ആൻഡ് 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ വിച്ച് ഈസ് ലൈക്ക് ദീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വർക്ക് ചെയ്യുന്നത്? 1 ഇപ്പം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ എങ്ങനെ? 2 into 1, then പിന്നെന്താ 2 into 2, then 2 into 3, then 2 into 4. അങ്ങനെയാണല്ലേ പോകുന്നത്. അതായത് എങ്ങനെയാ? 2 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ നമ്പറാ അല്ലെ? 2 എന്ന് പറയുന്നത് നമ്പറാ. നം ഇൻറ്റു, നമുക്ക് ഇത് ലൂപ്പാണല്ലേ? ലൂപ്പ് എവിടം വരെയാ? ലൂപ്പ് 10 വരെയാണ് ലൂപ്പ് പോകേണ്ടത്. അപ്പം ഐ എന്ന് പറയുന്നത് എന്താ? ഐ എന്ന് പറയുന്നത് 1 to 10 ആണ് അല്ലേ? സോ നം ഓഫ് ഐ എന്നാണ് വേണ്ടത്. അപ്പം ഐ ഫസ്റ്റ് ലൂപ്പിൽ നം ഓഫ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 into 1. സെക്കൻഡ് ആകുമ്പോൾ 2 into 2, തേർഡ് ആകുമ്പോൾ 2 into 3, അങ്ങനെ വരും. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ഐ എന്ന് പറയുന്നത് 0 അല്ല, സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 എന്നാ. അത് എവിടം വരെയാണ് ചെയ്യേണ്ടത്? 10 വരെയാണ് എന്ത് ചെയ്യേണ്ടത്? ലൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഫോർ ഐ ഇൻ റേഞ്ച് n പ്രിന്റ് നം ഇൻറ്റു ഐ ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം? എനിക്ക് n എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് 1 to 10 വരെ ആയിരിക്കണം. റേഞ്ച് എന്ന് പറയുന്നത് 1 to n വരെ ആയിരിക്കും. അപ്പൊ ഈ ഐ എന്ന് പറയുന്നത് ഓരോ ലൂപ്പിലും എന്താണ്? ഓരോ ലൂപ്പിലും ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് 1 2 3 4 അങ്ങനെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി എനിക്ക് നം വേണം അല്ലെ? നം എന്ന് പറഞ്ഞാൽ എന്താ? നം എന്ന് പറഞ്ഞാൽ ഇൻഡ് ഓഫ് ഇൻപുട്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതൊരു ലൂപ്പാണല്ലേ? ഒന്നിലധികം നമ്പുണ്ട്. അപ്പം ഫസ്റ്റ് n എന്ന് പറഞ്ഞാൽ ഇൻഡ് ഓഫ് ഇൻപുട്ട് ആണ്. n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ എത്ര ലൈൻ, എത്ര ടെസ്റ്റ് കേസ് ഉണ്ട്? n എന്ന് പറഞ്ഞാൽ 3 ടെസ്റ്റ് കേസ് ഉണ്ട്. അപ്പം 3 വട്ടം എന്ത് ചെയ്യണം? 3 വട്ടം ഇത് റൺ ചെയ്യിപ്പിക്കണം. 3 വട്ടം ടെസ്റ്റ് കേസ് 3 ആണ്. 3 വട്ടം റൺ ചെയ്യിപ്പിക്കണം. ആദ്യത്തെ വട്ടം റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമ്പർ എടുക്കുന്നു, നമ്പർ 1 to 10 വരെ റൺ ചെയ്യിപ്പിക്കുന്നു, അത് പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ, രണ്ടാമത് എടുക്കുമ്പോൾ അതിൻ്റെ മെത്തേഡ്, സോറി ഞങ്ങളൊന്ന് ജസ്റ്റ് ഓക്കെ അത് വേണ്ടല്ലോ. ഇനി ഇത് കറക്റ്റ് ആണോ നോക്കണം. ഓക്കെ, ഇതെങ്ങനെ കറക്റ്റ് ആണോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഓക്കെ, സോറി ഇവിടെ ഒരു ഇൻപുട്ട് ഇൻറ്റ് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇൻറ്റ് ഇൻപുട്ട് ഓക്കെ. ഇനി ഇവിടെ ഒരു പ്രശ്നം, 1 to 10 വരെ വരാണെങ്കിൽ ഇവിടെ വരെ വായിക്കൂ, 1 to 9 വരെ വരും. അപ്പം 1 to 11 കൊടുത്താലേ 1 to 10 വരെ വരും. ഓക്കെ, ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഇതെന്താ? ഇപ്പം വന്ന പ്രശ്നം, ഇത് ലൈൻ ബൈ ലൈനാണ് ചെയ്തത്. പ്രിന്റ്, ഞാനിപ്പോ ലിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചെയ്ത് നോക്കട്ടെ. ലിസ്റ്റ് ഓഫ്, എന്നിട്ട് നമ്മൾ പറഞ്ഞു ലിസ്റ്റിനെ സ്റ്റാർ ചെയ്താ
ഇതൊന്ന് റൺ ചെയ്ത ഓക്കെ. നമുക്ക് ലിസ്റ്റ് ആണെങ്കിൽ ഒറ്റ ലൈനിൽ വരും. ലിസ്റ്റിന് അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ലിസ്റ്റ് ഓഫ് നം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, തിങ്ക് നമുക്ക് ലൂപ്പ് ചെയ്യുന്നുണ്ട്. ഈ ലൂപ്പ് മൊത്തം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നം എന്തായാലും വാങ്ങി, ഫോർ i in range നം എന്തായാലും വാങ്ങി, പിന്നെ 1 to 11 വരെ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പം എനിക്ക് എന്തായാലും ഈ വാല്യൂസ് എല്ലാം ലിസ്റ്റിലാണ് വേണ്ടത്. ഓക്കെ, അപ്പം yes, we have to think that അതിൽ ഒരു ലിസ്റ്റാക്കാം. ലിസ്റ്റിൽ എന്ന് പറയുന്നത്, ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വരാ? നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ നം ഇൻറ്റു ഐ ആണ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, നം ഇൻറ്റു ഐ. ഈ ലിസ്റ്റിൽ വരുന്ന എന്താ? സ്ട്രിങ് ഓഫ് നം ഇൻറ്റു ഐ കൊടുക്കാം. ഓക്കെ, അപ്പം ലിസ്റ്റ് ഓഫ് നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു. എന്നിട്ട് ഇപ്പം ഞാൻ സ്ട്രിങ് ആ കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പം ഈ ലിസ്റ്റ് ഓഫ് നം ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. ലിസ്റ്റ് ഓഫ് നം ഇവിടെ ഞാൻ ജസ്റ്റ് സ്ട്രിങ് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ഈ ലിസ്റ്റിൽ ഉള്ള ഒരു ഓക്കെ. ഇപ്പോൾ ഒരു ലിസ്റ്റായിട്ട് ഓരോ നമ്പേഴ്സും ലിസ്റ്റായിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എന്നിട്ട് ഇപ്പം ഇവിടെ സംഭവിച്ച എന്താ? 2 ഒരു ലിസ്റ്റാ, 4 ഒരു ലിസ്റ്റ്, അങ്ങനെയല്ല. അപ്പോൾ ഈ നമ്പേഴ്സ് എനിക്ക് എന്താ ചെയ്യേണ്ടത്? ജോയിൻ ചെയ്യിപ്പിക്കണം. ഇത് ഇങ്ങനെ അത് ലിസ്റ്റ് മാറി, പക്ഷേ സെയിം ലൈനിലായിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇതിലേക്ക് ഓക്കെ, ദിസ് നമ്പർ. അപ്പം ഞാൻ സ്ട്രിങ് തന്നെ ആക്കാണ്. സ്ട്രിങ് ഓഫ് നം ഇൻറ്റു ഐ. ദെൻ ഇത് സ്ട്രിങ് ആണ്, അപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഡോട്ട് ജോയിൻ ലിസ്റ്റ് ഓഫ് നം. ഇപ്പം ഞാനൊന്ന് നോക്കട്ടെ. നോ, അഗെയിൻ വന്നിട്ടില്ല. ഓക്കെ, സോ വാട്ട്സ് ദ എറർ? ഞാൻ ഇൻപുട്ട് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 3 ഫോർ i in range 3 വട്ടം ഇത് റൺ ചെയ്യിക്കുന്നു. ഫോർ i in range 1 to 11, ഫോർ i in range in നം എന്ന് പറഞ്ഞാൽ ഇതാ, മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രിങ് ഓഫ് നമ്പർ ഓഫ് i. ഓക്കെ, എനിക്ക് ഒറ്റ ലിസ്റ്റിലാണ്, അതായത് ഈ ലൂപ്പ് ചെയ്തത് മൊത്തം ഒറ്റ ലിസ്റ്റിലാണ് പറഞ്ഞത്. അതായത് 2 ചെയ്തു, നെക്സ്റ്റ് ലൂപ്പ് ചെയ്തിട്ട് 4 ഇതിൻ്റെ അകത്താണ്, 6 ലൂപ്പ് ചെയ്തിട്ട്. അപ്പം
സെയിം ലിസ്റ്റിൽ തന്നെ എനിക്ക് ലൂപ്പ് ചെയ്യിപ്പിക്കാം അല്ലേ? അപ്പം ഈ ലിസ്റ്റിൽ തന്നെ ലൂപ്പ് ചെയ്യിപ്പിക്കാം. അതിൽ ലിസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ നമ്പറാണ്. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താ? ഫോർ ഐ ഇൻ റേഞ്ച് ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഐ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമാണ്. ഞാൻ ബിഫോർ ദാറ്റ് ഞാൻ ഈ വാല്യൂ ഐ മാറ്റിയിട്ട് ജെ തന്നെ ഒന്ന് ആക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ലോജിക്ക് നമുക്ക് വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. ഓക്കെ, ഇല്ല. അപ്പം ജെ തന്നു. അപ്പം സെയിം ലിസ്റ്റിൽ തന്നെ ഫോർ ജെ ഇൻ റേഞ്ച് 1 to 11, അതായത് ഇപ്പം എന്താ ചെയ്തത്, എനിക്ക് ലിസ്റ്റിൽ തന്നെ ലൂപ്പ് ചെയ്ത് വരണം. അതായത് സെയിം ലൈനിൽ തന്നെ ലൂപ്പ് ചെയ്ത് വരണം. അപ്പം ഇനി എനിക്ക് ഈ ഫോർ ലൂപ്പ് വേണോ? വേണ്ട. കാരണം എൻ്റെ ലൂപ്സ് ഏതിലാ? ഒറ്റ ലൈനിലാണ് വരുന്നത് ലൂപ്പ്. ഇൻറ്റൻഷൻ മാറ്റുന്നു. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓഫ് കോഴ്സ് ഗുഡ് വന്നിട്ടുണ്ട്.